ഇസ്രയേലിനെതിരെ വീണ്ടും അമേരിക്ക രംഗത്ത് വന്നു. വെസ്റ്റ് ബാങ്കിൽ കുടിയേറ്റം വ്യാപിപ്പിക്കുവാനുള്ള നീക്കം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമെന്ന് ജോ ബൈഡൻ ഭരണകൂടം കുറ്റപ്പെടുത്തുന്നു. മധു കൊട്ടാരക്കര ചേരുകയാണ്. മധു, ഗുഡ് മോർണിംഗ്. ഞാൻ ആ പെൺകുട്ടിയുടെ പ്രത്യക്ഷ എന്ന പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞത് മധു മനസ്സിൽ വയ്ക്കുക. ആ കാര്യം വിശദമായി നമുക്ക് ഇമെയിൽ ചെയ്യാം. അതുപോലെ ഈ വാർത്തയിലേക്ക്. തീർച്ചയായിട്ടും എസ്.കെ, നമ്മുടേതായ രീതിയിൽ ഒരു അന്വേഷണം, പ്രത്യേകിച്ച് മലയാളി ഡോക്ടർമാർ ഒരുപാട് അമേരിക്കയിൽ ഉന്നത സ്ഥാനങ്ങളിലുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും അതിന് അത്തരം ഒരു മരുന്നുണ്ടെങ്കിൽ നമുക്കത് എത്തിച്ചു കൊടുക്കാനുള്ള വേണ്ട ക്രമീകരണങ്ങൾ ചെയ്ത് കൊടുക്കുവാൻ സാധിക്കും. എസ്.കെ, വാർത്തയിലേക്ക് വരികയാണെങ്കിൽ, ഗസയിൽ റംസാൻ പുണ്യമാസത്തിന് മുമ്പ് ഒരു വെടിനിർത്തലിനായി അമേരിക്കയുടെ നേതൃത്വത്തിൽ ശ്രമിക്കുമ്പോൾ ഈ ഇസ്രയേലിന്റെ ചില പ്രവൃത്തികൾ അമേരിക്കയ്ക്ക് വലിയൊരു തലവേദനയായിട്ട് മാറുകയാണ്. ഏറ്റവും ഒടുവിൽ അല്പ ദിവസങ്ങൾക്ക് മുമ്പ് വന്ന വാർത്തകളായിരുന്നു ഈ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേൽ കോളനികൾ പണിയുവാൻ പദ്ധതിയിടുന്നുവെന്ന്. ഈ വാർത്ത തന്നെ ഇന്ന് അതീവ പ്രാധാന്യത്തോടുകൂടി റോയിട്ടേഴ്സ് ഇതൊരു ഗുരുതര വിഷയമായതുകൊണ്ടും ബന്ദികളെ മോചിപ്പിക്കാനുള്ള അവസാനഘട്ട ശ്രമങ്ങളിലേക്ക് അമേരിക്ക കയറുകയായതുകൊണ്ടുമായിരിക്കാം ഇന്ന് വലിയ പ്രാധാന്യത്തോടുകൂടി വീണ്ടും ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ഇത് ജൂതന്മാർക്ക് മാത്രമായിട്ടുള്ള കോളനികളാണ്. ആദ്യഘട്ടത്തിൽ 3600 വീടുകളാണ് ഇസ്രയേൽ ഇവിടെ നിർമ്മിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. രണ്ടാം ഘട്ടത്തിൽ 10,000-ഓളം വീടുകളും പണിയും. ബത്ലഹേമിന് കിഴക്ക് അൽ ഉബേദിയ എന്ന് പറയുന്ന പട്ടണത്തിന് സമീപമായിട്ടാണ് ഈ പ്രദേശങ്ങളൊക്കെ. ഏകദേശം $7,00,000 ഇതിനായിട്ടുള്ള ആർക്കിടെക്റ്റുകളുമായിട്ടുള്ള കരാറുകളും ഇസ്രയേൽ ആയി കഴിഞ്ഞു. ഇതാണ് അമേരിക്കയെ ഇപ്പോൾ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. ഇസ്രയേലിന്റെ ഈ നീക്കം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വലിയ പ്രാധാന്യത്തോടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചതും. ഈ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ജൂത സമുദായത്തിന് മാത്രമായി പാർപ്പിടങ്ങൾ നിർമ്മിച്ച് കുടിയേറ്റം വ്യാപിപ്പിക്കുവാനുള്ള ഇസ്രയേലിന്റെ നീക്കം അന്താരാഷ്ട്ര നിയമങ്ങളുടെയൊക്കെ നഗ്നമായ ലംഘനമാണെന്നാണ് അമേരിക്ക വ്യക്തമാക്കിയിരിക്കുന്നത്. ഇസ്രയേലിന്റെ പ്രവൃത്തികൾ തീർത്തും നിരാശാജനകമാണെന്നാണ് US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും പറഞ്ഞിരിക്കുന്നത്. ഒരു ശാശ്വതമായ സമാധാനത്തിലേക്ക് നടന്നു നീങ്ങുന്നതിന് പകരം എതിർദിശയിലാണ് സഞ്ചരിക്കുവാൻ ഇസ്രയേൽ ഇപ്പോൾ ശ്രമിക്കുന്നതെന്നും ബ്ലിങ്കൻ എടുത്തു പറഞ്ഞു. എസ്.കെ, 1949 4-ാം ജനീവ കൺവെൻഷനും അതുപോലെ ഐക്യരാഷ്ട്ര സുരക്ഷാ കൗൺസിലിന്റെ പ്രമേയങ്ങളും ഒക്കെ പ്രകാരം ഏതെങ്കിലും രാജ്യത്തെ പൗരന്മാർ അധിനിവേശ ഭൂമിയിലേക്ക് കുടിയേറുന്നത് നിയമവിരുദ്ധമായിട്ടാണ് വിലയിരുത്തപ്പെടുത്തുന്നത്. എസ്.കെ, താങ്ക് യു മധു കൊട്ടാരക്കര.